ഇന്ന് പുലർച്ചെ ജാമുയി ജില്ലയിലെ ഖൈറ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കോൽഹുവ മഹാദളിത് തോലിയിലാണ് ഈ കൊലപാതകം നടക്കുന്നത്. 45 വയസ്സുള്ള ഉഗ്നി ദേവി എന്ന സ്ത്രീയാണ് കൊല്ലപ്പെട്ടത്. പ്രതിയായ ഭർത്താവ് ഗഗൻ മാഞ്ചിയും ഭാര്യ ഉഗ്നി ദേവിയും തമ്മിൽ തർക്കമുണ്ടാകുന്നതൊക്കെ പതിവായിരുന്നു. ഉഗ്നി ദേവിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയത്തിന്റെ പുറത്തായിരുന്നു ഈ ക്രൂര കൊലപാതകം. ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് സംശയത്തെ തുടർന്ന് ഗഗൻ മാഞ്ചിയും ഉഗ്നി ദേവിയും തമ്മിൽ തർക്കമുണ്ടാകുന്നത്. തർക്കം മൂർച്ഛിച്ചതോടെ ഗഗൻ മാഞ്ചി വീട്ടിലുണ്ടായിരുന്ന അരിവാൾ ഉപയോഗിച്ച് ഭാര്യയുടെ കഴുത്തറുക്കുകയായിരുന്നു. ഭാര്യയെ ആക്ഷേപകരമായ സാഹചര്യത്തിൽ കണ്ടതിനു ശേഷമാണ് താൻ കുറ്റകൃത്യം ചെയ്തതെന്നാണ് പ്രതി വ്യക്തമാക്കിയിരിക്കുന്നത്. अच्छा क्या हुआ, क्यों हत्या कर दी पत्नी का? क्या गलत किया? पत्नी किसी से फंस गया, घर में आके लक्ष्य दिख गया था, हमको माथा खराब हो गया, वही चलते यहाँ करके हमको करंट लगा കൊലപാതകം നടന്നതിന് ശേഷവും പ്രതിയായ ഗഗൻ മാഞ്ചി ആ വീട്ടിൽ തന്നെ തുടരുകയായിരുന്നു. കൊലപാതക വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തുമ്പോൾ വീടിന് മുന്നിൽ യാതൊരു കൂസലുമില്ലാതെ ഇരിക്കുന്ന ഗഗനെയാണ് കാണുന്നത്. പോലീസ് മൃതദേഹം കസ്റ്റഡിയിലെടുത്ത് പോസ്റ്റ്മോർട്ടത്തിനായി ജാമുയി സദർ ആശുപത്രിയിലേക്ക് അയച്ചു. ഒപ്പം കൊലപാതകത്തിന് ഉപയോഗിച്ച അരിവാളും കണ്ടെടുത്തു. പോലീസ് ചോദ്യം ചെയ്യലിൽ ഭാര്യയോടുള്ള സംശയമാണ് കൊലപാതക കാരണമെന്ന് തന്നെയാണ് പ്രതി വ്യക്തമാക്കിയിരിക്കുന്നത്. ജാമുയി പോലീസ് വിഷയം ഗൌരവമായി തന്നെ അന്വേഷിച്ചു വരികയാണിപ്പോൾ. FSSL സംഘത്തെയും സംഭവസ്ഥലത്തേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. टीम के द्वारा घटनास्थल से सारे रेलिवेंट जो एविडेंस है वो कलेक्ट कर लिए गए हैं. हम लोगों ने तुरंत ही कार्रवाई करते हुए जो हत्या कारित करने वाले मृतका के पति हैं उनको हम लोगों ने गिरफ्तार कर लिया है और साथ ही साथ जिस हथियार से मृत्यु कारित की गई है उसे भी पुलिस ने बरामद कर. സംഭവത്തിൽ പോലീസ് നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ്. ഇവർ തമ്മിൽ പലപ്പോഴും വഴക്കുണ്ടാകാറുണ്ടായിരുന്നു എന്നാണ് ഗ്രാമവാസികളും വ്യക്തമാക്കുന്നത്. പ്രഥമ ദൃഷ്ട്യാ കേസ് ഒരു കുടുംബ തർക്കവും വ്യക്തിപരമായ സംഘർഷവുമാണെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. എന്നിരുന്നാലും എല്ലാ വശങ്ങളും കണക്കിലെടുത്താണ് അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത്. നിലവിൽ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയും കൂടുതൽ നിയമ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് പോലീസ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.